നിങ്ങളിൽ എത്ര പേര് മരണത്തിന് ശേഷം ആത്മാവ് ഭൂമിയിൽ കറങ്ങി നടക്കും എന്ന സാധനത്തിൽ വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെ കറങ്ങി നടക്കുന്ന ആത്മാവ് മറ്റൊരു മനുഷ്യനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കുറച്ച് നാളുകൾക്ക് മുമ്പ് റൂഹി ജാൻ എന്ന് പറയുന്നൊരു വ്യക്തി ഒരു വീഡിയോയുമായി രംഗത്ത് വന്നിരിക്കുന്നു. കൊല്ലം സുധിയുടെ ആത്മാവ് അവരുടെ അടുത്ത് വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ബിഷപ്പ് തീർന്നു എന്ന് പറഞ്ഞു. ബിഷപ്പ് ചെറുതായിട്ട് തീർന്നോ എന്നൊരു സംശയം കേട്ടോ. നമുക്ക് ആദ്യം റൂഹി ജാൻ്റെ കാര്യം കേട്ടിട്ട് ബിഷപ്പിൻ്റെ ഒരു വോയിസ് കിടന്ന് ഇറങ്ങുന്നുണ്ട്. രേണുവിൻ്റെ വീഡിയോ അയച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് റിയാക്ട് ചെയ്തേക്കണേ എന്നുള്ള സാധനം അത് കേൾക്കാം. അപ്പോൾ ഈ റൂഹി ജാൻ പറയുന്നതിനകത്തൊക്കെ എനിക്ക് ഇതുവരെ വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പം എന്തൊക്കെയോ ചെറിയൊരു വിശ്വാസം വരുന്നോ എന്നൊരു സംശയം. നമുക്ക് ആദ്യം റൂഹി ജാൻ പറയുന്നൊന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇറങ്ങിയ വീഡിയോ ഒരു ചെറിയ ശകലം കാണാം. എല്ലാത്തിനും തീർക്കും കേട്ടല്ലോ. നോട്ട് ഓൺലി യു രേണു കാണും ബിഷപ്പിന് എന്ത് സംഭവിക്കുന്നു, കരിഷ്മയ്ക്ക് എന്ത് സംഭവിക്കുന്നു, എല്ലാം ബിഷപ്പിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. കരിഷ്മ വീഡിയോ കാണുന്നുണ്ടെങ്കിലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഏറ്റു പറഞ്ഞ് മാപ്പ് സാക്ഷിയായി സെറ്റാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോ. എനിക്കറിയാൻ പാടില്ല ഉണ്ടോ ഇല്ലയോ എന്നൊന്നും. ഇത് പണിപാളുമെന്നാണ് തോന്നുന്നത്. ഇവർ പറയുന്ന പണികളൊക്കെ എല്ലാവർക്കും കൃത്യം പൊട്ടെന്ന് കിട്ടുന്നുണ്ട്. ആ പൊട്ട് വന്ന് നെറ്റിക്കിരിക്കണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ സത്യസന്ധമായി തുറന്ന് പറഞ്ഞ് രക്ഷപ്പെട്. വിശാല മനസ്കനായ നാട്ടുകാർ ക്ഷമിക്കും. ഞാൻ റേണുവിനെ കാണിച്ചുതരാം. ഓക്കെ റേണു, എന്നിട്ട് റേണു വാ തുറക്ക്. ഐ വിൽ ഗിവ് യു ടൈം ടിൽ ദെൻ. റേണു, ബിഷപ്പ് ഇസ് എ ബിഷപ്പ്. ആരെന്ത് പറഞ്ഞാലും ബിഷപ്പിനൊന്നും ആവില്ല. റേണു, then Karishma is doing something. ബ്ലാക്ക് മാജിക്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പണ്ട് സിനിമയൊക്കെ കാണുമ്പോഴത്തേനും പഴയ സിനിമയിൽ ദൂരദർശനമൊക്കെ കാണുമ്പോഴത്തേനും ഇവിടുന്ന് ഇങ്ങനെ ചുമപ്പ് കളർ അല്ലെങ്കിൽ തീയുടെ കളർ വെട്ടം, ഇവിടുന്ന് ഇങ്ങനെ നീല കളർ വെട്ടം, ഇവർ തമ്മിൽ ഇങ്ങനെ അറ്റാക്ക് ചെയ്യും. ഇങ്ങനെ പോവും. അതേപോലെ ബ്ലാക്ക് മാജിക്കും വൈറ്റ് മാജിക്കും തമ്മിൽ ഏറ്റുമുട്ടുന്നൊരു സാഹചര്യമാണ് നിങ്ങൾ കാണുന്നത്. ഏത് മാജിക് ജയിക്കും എന്നുള്ളത് നമുക്ക് കാണാം. ഇപ്പോൾ റൂഹി ജാൻ പറഞ്ഞൊരു കാര്യം, ബിഷപ്പ് വെറും പ്രശ്നമാണ്, ബിഷപ്പിൻ്റെ സൈഡിൽ കുറേ മിസ്റ്റേക്കുകളുണ്ട്, ഈ സാധനമെല്ലാം പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വരും, ബിഷപ്പ് താങ്കൾ ആ ഒരു സ്ഥാനത്തിരിക്കാൻ അർഹനല്ല എന്നൊരു സാധനമാണ് പറഞ്ഞത്. നമുക്ക് ബിഷപ്പിലേക്കൊന്ന് പോവാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ റിയാക്ട് ചെയ്തൊരു വീഡിയോ, പല ആളുകളും റിയാക്ട് ചെയ്ത വീഡിയോയ്ക്കകത്തുനിന്ന് ബിഷപ്പ് ഈ ചില യൂട്യൂബേഴ്സ് റിയാക്ഷൻ ബ്ലോഗേഴ്സിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളുടെ ഒരു പ്രസക്ത ഭാഗം നമുക്ക് ഒന്നും കൂടെ കാണാം. ആവർത്തന വിരസതയായിട്ട് നിങ്ങൾക്ക് തോന്നും, എന്നാലും ഇത് കേട്ടെങ്കിലേ ബാക്കി പരിപാടി സെറ്റ് ആവത്തുള്ളൂ. അതുകൊണ്ട് നമുക്കത് ഒന്നുകൂടെ കാണാം. ഇവരെന്നെ വിളിക്കാറുണ്ടായിരുന്ന പല ആൾക്കാരുണ്ട്, യൂട്യൂബേഴ്സ് പലരും എന്നെ ടെലിഫോണിൽ വിളിക്കാറുണ്ട്. അപ്പോഴും ഞാൻ നിഷ്കളങ്കതയോടുകൂടിയാണ് അവരോട് പെരുമാറിയിട്ടുള്ളത്. അവരെന്ത് ചോദ്യം ചോദിച്ചാലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചില യൂട്യൂബേഴ്സ് പറയുന്നത് എന്താണെന്നറിയാം, ഞങ്ങളുടെ കയ്യിൽ കുറേ റെക്കോർഡുകൾ ഇരിപ്പുണ്ട്, അത് മൊത്തം ഞങ്ങൾ ഏത് സമയം പുറത്തു വിടും. ഞാനിപ്പോൾ ഈ പബ്ലിക്കിനോട് വിളിച്ച് പറയുകയാണ്, എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോടായിട്ട് പറയാം, ഞാൻ ഒരു നിഗൂഢമായ രഹസ്യങ്ങൾ ഒരിക്കലും ഞാൻ പബ്ലിക്കിനോട് പറയാത്ത കാര്യങ്ങൾ ഞാൻ രഹസ്യമായിട്ട് വെക്കണമെന്ന് പറഞ്ഞ് ഹൈഡ് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞ് ഞാൻ സംസാരിച്ചിട്ടില്ല. നോർമലി ഗ്രൂപ്പ് കോൾ ചെയ്യും ഈ യൂട്യൂബേഴ്സ് പലരും, ഞാൻ പേര് പറയുന്നില്ല, പല യൂട്യൂബേഴ്സ് ചേർന്ന് തന്നെ ഗ്രൂപ്പ് കോൾ ചെയ്യാറുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇവർ ഈ കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നുള്ള വിവരം ഈ അടുത്ത ദിവസങ്ങളാണ് ഞാൻ അറിയാനിടയായത്. ഓക്കെ, അതായത് ബിഷപ്പിൻ്റെ പല സംസാരിച്ച രഹസ്യങ്ങളും പല ആളുകളുടെയും കരങ്ങളിലിരിപ്പുണ്ട്. തക്ക സമയത്ത് ഇല്ല ബാഹുബലിക്കകത്ത് വിട്ടല്ല അമ്പുണ്ടല്ലോ, ആ അമ്പ് പോലെ വിടും എന്നും പറഞ്ഞിട്ട് ഇവർ ഭീഷണിപ്പെടുത്തുന്നു. ഇതാണ് ബിഷപ്പ് ആ ഒരു ക്ലിപ്പിനകത്ത് പറഞ്ഞ പ്രധാന സാരാംശം. അപ്പോൾ ബിഷപ്പ് എൻ്റെ എന്തോ ഒരു വോയിസ് വരുമെന്ന് പറഞ്ഞ് ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ബിഷപ്പിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനൊരു ക്ലിപ്പിൻ്റെ പുറകിൽ അല്ലെങ്കിൽ ആ വോയിസിൻ്റെ പുറകിൽ എന്തോ ഒരു അൽക്വയ്ത സാധനം ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ ഇരിക്കെ ബിഷപ്പിൻ്റെ ഒരു വോയിസ് അൽത്തു വ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഞാൻ കാണാനിടയായി. അൽത്തു ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ബിഷപ്പിൻ്റെ സ്ഥലം വിറ്റുപോകുന്നില്ല, അതുകൊണ്ട് ഒരു ബ്രോക്കറിനെ ചട്ടം കെട്ടി രേണു ഇവിടെ താമസിക്കുന്നതുകൊണ്ട് ഈ സ്ഥലം വിറ്റ് പോകുന്നില്ല എന്ന് പറയണം എന്ന് പറഞ്ഞ് ചട്ടം കെട്ടിയ ഒരു വോയിസ് ഈ ബ്രോക്കറിനെ കൊണ്ടുണ്ടാക്കി ആ വോയിസ് പല യൂട്യൂബേഴ്സിനും അയച്ചു കൊടുത്തിട്ട് രേണു അവിടെ താമസിക്കുന്നത് കൊണ്ട് ഈ സ്ഥലത്തിൻ്റെ വിലയിടിഞ്ഞു, ഇവിടെ പലരും വന്ന് താമസിക്കാൻ തയ്യാറാകുന്നില്ല, ഈ സ്ഥലം വാങ്ങാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞൊരു വോയിസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു വോയിസ് ബിഷപ്പ് പലർക്കും അയച്ചു കൊടുത്തായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഏതാ ബിഷപ്പിൻ്റെ വോയിസ് അല്ല ഞാൻ കേട്ടിട്ടുള്ളത്, ബിഷപ്പ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അൽത്ത് വെച്ച പ്രൂഫിനകത്ത് അതെനിക്ക് അത്ര ക്ലിയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല, അതുകൊണ്ട് ആ ക്ലിപ്പ് ഞാൻ എടുക്കുന്നില്ല. അതുപോലെ തന്നെ അൽത്തു മറ്റൊരു കാര്യം കൂടെ പറയുന്നു. ഈ ബിഷപ്പ് ഒരു 5-6 മാസങ്ങൾക്ക് നമ്മൾ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ രേണുവിൻ്റെ വിഷയം ആളിപ്പടർന്ന് നിൽക്കുന്നൊരു സാഹചര്യത്തിൽ രേണുവും ബിഷപ്പും തമ്മിൽ ഇങ്ങനെ
കൊമ്പ് കോർത്ത് ഉരസിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. ആ സമയത്ത് രേണുവിനെതിരെ വരുന്ന പല വീഡിയോകളും രേണുവിനെക്കുറിച്ച് അറിയുന്ന പല ഇൻഫർമേഷനും കളക്ട് ചെയ്ത് പല യൂട്യൂബേഴ്സിലേക്കും ഈ ബിഷപ്പ് എത്തിക്കും. ബിഷപ്പ് എത്തിച്ചതിന് ശേഷം അവരോടത് റിയാക്ട് ചെയ്യാൻ പറയും. അവരത് റിയാക്ട് ചെയ്യുമ്പോഴത്തേനും അവരുടെ അടുത്ത് പോയി സൂപ്പർ അടിപൊളി കിടക്കച്ചി എന്നും പറഞ്ഞ് മെസ്സേജ് അയക്കും. അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈ സാധനം പല ആൾക്കാരുടെ അടുത്തും ബിഷപ്പ് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് പേഴ്സണലി അറിയായിരുന്നു. ഇപ്പോൾ എന്നോട് സംസാരിച്ചിട്ടില്ല, ഞാൻ ബിഷപ്പിനോട് ഒറ്റത്തവണ സംസാരിച്ചിട്ടുള്ളൂ. അതിനകത്ത് ഓളാം സൂപ്പർ അടിപൊളി അങ്ങനെ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. അതും എൻ്റെ നമ്പർ പുള്ളിയുടെ ഇല്ല, പുള്ളിയുടെ നമ്പർ എൻ്റെ കയ്യിലും ഇല്ല. പക്ഷേ ഇപ്പോൾ പല യൂട്യൂബേഴ്സും വന്നിട്ട് അച്ഛൻ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛൻ ഞങ്ങൾക്ക് കണ്ടന്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. അപ്പോൾ ബിഷപ്പിൻ്റെ ഒരു ചെറിയ കോള് ഈ അൽത്തു വ്ളോഗിൽ ഒരു ചെറിയ ശബ്ദ സന്ദേശം ലീക്കായി. നമുക്ക് അതൊന്ന് കേട്ടിട്ട് ബാക്കി പരിപാടി പിടിക്കാം കേട്ടോ. ഹലോ അനീഷേ, ഇത് കണ്ടായിരുന്നു? ഈ സംഭവം ഒന്ന് നോക്കിയിട്ട് ഇതനുസരിച്ച് ഒരു നല്ല വീഡിയോ ചെയ്യണം. ഇത് കണ്ടിട്ട് നല്ല സൂപ്പർ ഒരു വീഡിയോ ചെയ്യണം, മറന്നു പോകല്ലേ. എന്നിട്ട് എന്നെ സമയം പോലെ സൗണ്ട് ക്ലിയർ ആയാൽ എന്നെ തിരിച്ചു വിളിക്കണം, മറന്നു പോകല്ലേ. ഓക്കെ, സമയം പോലെ സൗണ്ട് ക്ലിയർ ആയാൽ എന്നെ ഒന്ന് തിരിച്ച് വിളിക്കണം. തിരിച്ച് വിളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അച്ഛൻ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ തിരിച്ച് വിളിക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ അനീഷേ ഈ ഇത് കണ്ടിട്ട് എന്നെ ഒന്ന് വിളിക്കണേ എന്നേ പറയത്തുള്ളൂ. തിരിച്ച് വിളിക്കണം എന്ന് പറയുമ്പോൾ ഓൾറെഡി കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അച്ഛൻ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കോളുകളുണ്ട്. പക്ഷേ അച്ഛൻ കൊടുക്കുന്ന ഇൻ്റർവ്യൂവിൽ യൂട്യൂബേഴ്സ് സംഘം ചേർന്നിരുന്ന് എന്നെ ഇങ്ങോട്ട് വിളിച്ച് സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അച്ഛൻ അന്ന് കോൺടാക്റ്റ് ഉണ്ടായിരുന്ന പല ആളുകളോട് ചോദിച്ചപ്പോൾ അങ്ങോട്ട് അച്ഛനെ 3 തവണ വിളിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ തിരിച്ചിങ്ങോട്ട് 6 തവണ വിളിച്ചിട്ടുണ്ടെന്നാണ് ഇവരെല്ലാം പറയുന്നത്. സോ ബിഷപ്പ് എന്തോ ഒരു മാറ്റർ, ഇതിപ്പോൾ രേണുവിൻ്റെ മാറ്റർ ആണെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് പറയുന്നില്ല, എന്തോ ഒരു മാറ്റർ അനീഷ് വ്ളോഗിന് അയച്ചു കൊടുക്കുന്നു. അയച്ചു കൊടുത്തിട്ട് അനീഷെ ഈ സാധനം ഒന്ന് റിയാക്ട് ചെയ്യണേ, റിയാക്ട് ചെയ്തിട്ട് എന്നെ ഒന്ന് തിരിച്ച് വിളിക്കണേ, ശബ്ദം ക്ലിയർ ആണെങ്കിൽ എന്നെ ഒന്ന് തിരിച്ച് വിളിക്കണേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു ടോപ്പിക്ക് അച്ഛൻ അനീഷ് വ്ളോഗിന് അയച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഒരു കൂട്ടം യൂട്യൂബർമാർക്ക് അയച്ചു കൊടുത്തു. ആ കാര്യം നമുക്ക് ഉറപ്പായല്ലോ. ബാക്കിയേക്കാം, മറക്കല്ല, അത്യാവശ്യമായിട്ട് എന്നെ തിരിച്ചു വിളിക്കണം, സുഖം ആയാൽ ഉടനെ. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണം. അനീഷിന്റെ ഒരു വീഡിയോ ആണ്, അതായത് അച്ഛൻ അയച്ചു കൊടുക്കുന്ന ഓഡിയോ ക്ലിപ്പ് അനീഷ് പ്രസന്റ് ചെയ്യുന്ന ഒരു രീതി. ും ഒക്കെ വന്നിട്ട് ഇതുപോലെ ഒരു എന്താ പറയുക, ഒരു കലാകാരൻ മരിച്ചുപോയി, അവർക്ക് കയറി കിടക്കാൻ പറമ്പില്ല, ബിഷപ്പെ എവിടെയെങ്കിലും ഒരു ഇച്ചിരി സ്ഥലം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കണ്ണായ സ്ഥലം കൊടുത്ത ഒരു മനുഷ്യനാണ്. ബിഷപ്പിനെ അനുകൂലിച്ചിട്ടുള്ള അനീഷ് വ്ളോഗിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. ഈ അൽത്തു വ്ളോഗിനകത്ത് അൽത്തു വ്ളോഗിൻ്റെ പല ആശയങ്ങളോടും എനിക്ക് വിയോജിപ്പാണ്. പക്ഷേ ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞ പല കാര്യങ്ങളോടും ഞാൻ യോജിക്കുന്നു. സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനീഷ് വ്ളോഗ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, മാസ്റ്റർ മൈൻഡ് മനു എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, എനിക്കൊരാൾ ഒരു വോയിസ് ക്ലിപ്പ് അയച്ചു തരുന്നു. മോനെ കുട്ട തക്കുടു ബാബേ ഇതൊന്ന് റിയാക്ട് ചെയ്യണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിയാക്ട് ചെയ്യാനുള്ള ഒരു വോയിസ് ആണെങ്കിൽ, റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് 4 പേര് അറിയണം എന്നുള്ളൊരു ടോപ്പിക്കാണെങ്കിൽ റിയാക്ട് ചെയ്യുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും എനിക്ക് റീച്ച് കിട്ടും എന്നുള്ള സാഹചര്യത്തിൽ ഏതൊരു യൂട്യൂബറും, ഒരു 90% യൂട്യൂബേഴ്സും ഇതെടുത്തിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ അനീഷ് വ്ളോഗിനെ കുറ്റം പറയാൻ പറ്റുമെന്ന് എനിക്കും തോന്നുന്നില്ല. അങ്ങേർക്ക് നല്ലൊരു കണ്ടന്റ് കിട്ടി, പുള്ളിക്കാരൻ അത് തൂക്കിയെടുത്ത് അടിച്ചു. അതിനകത്ത് അങ്ങേരെ എങ്ങനെ തെറ്റ് പറയാൻ പറ്റും? പുള്ളി പറയുന്ന സാധനം അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അല്ലെങ്കിൽ എല്ലാ റിയാക്ഷൻ ബ്ലോഗേഴ്സിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആർക്കും കിട്ടാത്ത എക്സ്ക്ലൂസീവ് പരിപാടി ഉണ്ടോ ചേട്ടേ, നമ്മൾ സെറ്റ് ചെയ്യാം. ഈ സാധനമായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത്. കാരണം ഇതിനകത്ത് എല്ലാവരും ട്രൈ ചെയ്യുന്നത് നമ്മുടെ ചാനലിലേക്ക് ഓഡിയൻസ് വരിക, നമ്മുടെ വീഡിയോസ് ആളുകൾ കാണുക, നമ്മളിലേക്ക് കൂടുതൽ ആൾക്കാർ നമ്മളെ മനസ്സിലാക്കുക, നമ്മളുടെ ആശയങ്ങളോട് ഒത്തുപോകുക, ഇതൊക്കെയാണ് എല്ലാവരും ട്രൈ ചെയ്യുന്ന സാധനങ്ങൾ. ഇപ്പോൾ അനീഷ് വ്ളോഗ് അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ഇവർ രേണുവിനെ അല്ലെങ്കിൽ ബിഷപ്പിനെ അനുകൂലിച്ച് സംസാരിക്കുന്നു, കുറച്ച് ആളുകൾ രേണുവിനെ എതിർത്ത് സംസാരിക്കുന്നു. ഇത് രണ്ടും നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല. എൻ്റെ ചിന്താഗതിക്കനുസരിച്ചിട്ട് എനിക്ക് ഇന്ന വിഷയങ്ങൾ തെറ്റ് എന്ന് തോന്നുമ്പോൾ മറ്റൊരാളുടെ ചിന്താഗതിക്കനുസരിച്ച് അയാൾക്കത് ഒരു പക്ഷേ ശരി എന്നായിരിക്കും തോന്നാനുള്ള സാഹചര്യം. അത് അവർക്ക് അങ്ങനെ ഒരു ചിന്താഗതി തോന്നിച്ചെയ്യുന്നതാണെങ്കിൽ യാതൊരു കുഴപ്പമില്ലാത്ത നൈസ് സാധനമാണ്. പക്ഷേ ഇവിടെ ബിഷപ്പ് ചെയ്തൊരു സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ഇവിടെയൊക്കെ ഉള്ള ക്ലിപ്പുകൾ എടുത്തിട്ട് ഇവർക്ക് അയച്ചു കൊടുക്കും, എന്നിട്ട് ഇവരെ കൊണ്ട് റിയാക്ട് ചെയ്യിപ്പിക്കും. റിയാക്ട് ചെയ്തിട്ട് എന്നെ ഒന്ന് തിരിച്ചു വിളിക്കണേ, സൗണ്ട് ക്ലിയർ ആണ്, എന്നെ തിരിച്ചു വിളിക്കണേ. ശരിക്കും പറഞ്ഞാൽ ബിഷപ്പ് കളിച്ചത് അവിടെ ഇവിടെയും തമ്മിത്തല്ലുന്ന അല്ലെങ്കിൽ തമ്മിത്തല്ലിക്കുന്ന കൂട്ടിപ്പിടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ബിഷപ്പ് ഇതിനകത്ത് ചെയ്തത്. ഞാൻ ജസ്റ്റ് ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ ബൈബിൾ പ്രകാരം ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കുന്നത് തന്നെ പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, തന്നെ പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കാനാണ്. അപ്പോൾ ബിഷപ്പിൻ്റെ അയൽക്കാരിയായിട്ടുള്ള രേണുവിനും കുടുംബത്തിനുമെതിരെ ബിഷപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ബിഷപ്പ് തന്നെ ചിന്തിച്ച് നോക്കൂ. ബൈബിളിൽ എഴുതിയിട്ടുള്ള എക്സാക്റ്റ് വചനമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ തൻ്റെ അയൽവാസിയെ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ച അവരിൽ നിന്നും ബിഷപ്പിന് ഒരുപാട് ദ്രോഹങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ അവരോട് ക്ഷമിച്ചു കൊടുക്കാതെ, അവരെ ഡയറക്റ്റ് പോയി പറയാതെ ഇവിടെ കുറേ യൂട്യൂബേഴ്സ് വഴി തിരിഞ്ഞടിച്ച
ബിഷപ്പ് ഇപ്പോൾ ഒരുപാട് നന്മമരം പരിപാടിയാണ് കാണിക്കുന്നത്. എന്നെ നിങ്ങൾ നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്തോളൂ, എനിക്കത് പ്രശ്നമില്ല, എനിക്കത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല വീഡിയോകളിലും കാണാൻ സാധിച്ചു. സീക്രട്ട് ഏജൻറ്റിന് ബിഷപ്പ് ഇണ്ടാസ് അയച്ചു കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം. അപ്പം നമ്മൾ ഒരു നിലപാടിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക. ഇനി ബിഷപ്പിൻ്റെ ഒരു ക്യാരക്ടർ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ബിഷപ്പിനോട് ഒരാൾ വന്നിട്ട് ബിഷപ്പേ ഇത് ശരിയാണ്, അതെ ഇത് ശരിയാണ്. ഇവിടുന്ന് ഒരാൾ ബിഷപ്പേ അതല്ല ഇതാ ശരി, ഇതല്ല ഇതാണ് ശരി, ഇതാണ് കറക്റ്റ്. ഇതാണ് ബിഷപ്പിൻ്റെ ഒരു നേച്ചർ എനിക്ക് മനസ്സിലായത്. പുള്ളി ശരിക്കും നിഷ്കളങ്കനാണ്. ആയതിനാൽ ആരെന്ത് പറഞ്ഞാലും പുള്ളി കണ്ണും പൂട്ടിയും വിശ്വസിക്കും, തൊടാതങ്ങ് ഇറക്കും. അപ്പോൾ ലാസ്റ്റ് ആര് പുള്ളിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ആ സാധനമാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരാൾ നമ്മൾ ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇത് ശരിയാന്ന് പറഞ്ഞല്ലോ, ഇയാൾ ഇത് ശരിയാന്ന് പറഞ്ഞു, അപ്പുറത്ത് അയാൾ അത് ശരിയാന്ന് പറഞ്ഞു. ഇയാൾ അത് ശരിയാണെന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ പറയും ബിഷപ്പേ ലവ് പറയുന്നത് ഫുള്ള് കള്ളവാണ്, അവനെ അങ്ങ് ബ്ലോക്ക് ചെയ്തേരെ എന്ന് പറയും. കണ്ണും പൂട്ടി ബിഷപ്പ് ബ്ലോക്ക് ചെയ്യും. ഇതിനകത്ത് ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് ബിഷപ്പ് ചിന്തിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കിയത്. ഇനി ബിഷപ്പിൻ്റെ ഈ ഒരു വസ്തുവിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് ഒരുപാട് മാർക്കറ്റിംഗ് ഇതിനകത്ത് ഒരുപാട് കളികൾ നടക്കുന്നുണ്ട്. കളി എന്ന് പറഞ്ഞാൽ ബിഷപ്പിന് കുറച്ചധികം സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൽ നിന്നും അതിൻ്റെ ഹൃദയഭാഗത്ത് കൃത്യം നടുവിലായിട്ട് ബിഷപ്പ് കുറച്ച് സ്ഥലം ഈ കൊല്ലം സുധിയുടെ കുടുംബത്തിന് നൽകുന്നു. ഓക്കെ, അപ്പോൾ ബിഷപ്പ് ബാക്കിയുള്ള സ്ഥലമെല്ലാം വിൽക്കാനിട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സമയത്ത് സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ന്യൂസ് വാല്യൂയിലുള്ള ഒരു കേരളം മൊത്തം അറിയപ്പെടുന്ന ഒരു കലാകാരൻ മരിച്ച സമയത്ത് ആ കുടുംബത്തിന് യാതൊരു നിവൃത്തിയില്ലാത്ത സമയത്ത് അങ്ങനെ ഒരു വീട് കൊടുക്കുന്നു. സോ ഇറ്റ്സ് എ ഗുഡ് കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് ടെക്നിക്ക്. അത്തരത്തിൽ ആ വീട് വിറ്റ് പോന്നു. പുള്ളിക്കാരൻ ഒരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യത ഒത്ത നടുക്ക് ഈ വീട് വിൽക്കുമ്പോഴത്തേനും കൊല്ലം സുധിയുടെ വീടിനടുത്താണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ചുറ്റും വീടുകൾ വരും, ആ സ്ഥലം വിറ്റ് പോകും എന്നാണ് ബിഷപ്പ് ചിന്തിച്ചത്. പക്ഷേ അതുപോലെ വിറ്റ് പോയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മാത്രം ഒപ്പീനിയനാണ്, എൻ്റെ മാത്രം പെർസ്പെക്റ്റീവാണ്. ഇനി രേണുവിൻ്റെ വീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വീടിന് ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പ്രശ്നം നമ്പർ 1, ഈ വീടിന് കെട്ടിട നമ്പർ കിട്ടിയിട്ടില്ല. കെട്ടിട നമ്പർ കിട്ടാത്തത് കൊണ്ട് ഈ വീട് എന്ത് ചെയ്തു, താജ് പത്തനംതിട്ട ഇടപെട്ടിട്ടാണ് പല കാര്യങ്ങളും ചെയ്തത്. താജ് പത്തനംതിട്ട എന്ന് പറയുന്നത് മിമിക്രി അസോസിയേഷൻ്റെ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ്. പുള്ളി ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഇടപെട്ടിട്ടാണ് ആ വീടിന് നമ്പർ കൊടുത്തത്. 2, എന്തൊക്കെയോ പേപ്പറുകൾ ഇതിന് കിട്ടിയിട്ടില്ല. സോ ഫിറോസ് KHDC പുള്ളിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനൊരു കോൺട്രവേഴ്സി വന്നായിരുന്നു. പുള്ളി എപ്പോഴും പറയുന്നു പഞ്ചായത്തിൽ നിന്ന് കെട്ടിട നമ്പർ കിട്ടാത്തത് കൊണ്ടാണ് ഇന്ന പേപ്പേഴ്സ് റെഡി ആവാത്തത്. അപ്പോൾ ഈ ഒരു സ്ഥലം രേണുവിൻ്റെ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ കിച്ചുവിൻ്റെ ഋതപ്പൻ്റെ പേരിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ സാധിച്ചിട്ടില്ല. അടുത്തത്, ഈ ഋതപ്പൻ മേജറല്ല മൈനറായിട്ട് തന്നെ നിൽക്കുന്ന സാഹചര്യത്തിൽ ആ വീട് മറ്റൊരാൾക്ക് വിൽക്കുകയോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ആക്ടിവിറ്റി അതിനകത്ത്, അതായത് സെല്ലിങ്ങോ അങ്ങനെ എന്തെങ്കിലും നടക്കണമെങ്കിൽ ബിഷപ്പിന് അതിനകത്ത് റെസ്പോൺസിബിളാണ്. ഒരു 15 വർഷം, ഈ 15 വർഷ കാലയളവിൽ ഈ പ്രശ്നമൊക്കെ തീർക്കാൻ സാധിക്കുമായിരിക്കും. ഇനി മറ്റൊരു കോൺട്രവേഴ്സി ഇനി ഞാൻ പറയുന്നത് ഫുൾ അലിഗേഷൻസ് മാത്രമാണ് കേട്ടോ. നമ്മൾ അലിഗേഷനാണ് പറയുന്നത്, ഞാനിതൊന്നും സ്ഥാപിച്ച് പറയുന്നില്ല. ഈ അലിഗേഷൻ ഒന്നും പറയുന്നത് ഞാനുമല്ല, യൂട്യൂബിൽ പല ആൾക്കാരും പറഞ്ഞ അലിഗേഷനാണ്. ആ അലിഗേഷനൊക്കെ പിറക്കി ഞാനിവിടെ സൈഡിലോട്ട് വെക്കാം. ഈ അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ബിഷപ്പിന് സ്ഥലമുണ്ടായിരുന്നു. ആ സ്ഥലം ബിഷപ്പ് ഇവരുടെ ഫാമിലിയുമായിട്ട് കേസ് പറഞ്ഞ് മേടിച്ചതാണ്. ഈ സ്ഥലം കേസ് പറഞ്ഞ് മേടിച്ച സ്ഥലമായതുകൊണ്ടാണ് ഇവിടെ പലതരത്തിലുള്ള ഇത് ക്രയവിക്രയം നടത്താൻ സാധിക്കാത്തത് എന്ന് പറഞ്ഞാൽ ഈ സാധനം വിൽക്കാൻ പറ്റാത്ത ഈ സാധനം കേസിൽ കിടക്കുന്നതുകൊണ്ടാണ്. ഈ കേസിൽ കിടന്ന സ്ഥലത്തിൻ്റെ ഒത്ത നടുക്കാണ് രേണുവിന് വീട് കൊടുത്തത്, കിച്ചുവിനും ഋതപ്പിനും വീട് കൊടുത്തത്. ഇനി റെയർ റീൽസിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. 2 ഭാഗങ്ങളുള്ളൊരു വീഡിയോ ആണ് വന്നത്. അതിനകത്ത് ബിഷപ്പ് ചെയ്തിട്ടുള്ള ചതിയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൻ്റെ ഒരു പ്രസക്ത ഭാഗം നമുക്കൊന്ന് കേൾക്കാം. ഒരു പ്രധാന കാര്യം പറയാനായിട്ടാണ് വിളിച്ചത്. കഴിഞ്ഞ ദിവസം ഞാൻ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അപ്പം നമുക്കൊരു രഹസ്യ വിവരം കിട്ടിയേക്കുന്നത് ഈ അവർക്ക് ചെറിയ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാത്ത കാരണത്താലാണ് അവര് നമ്മുടെ ഈ പെർമിറ്റ് തടസ്സപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു വിവരം നമുക്ക് രഹസ്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് ബിഷപ്പിന് രഹസ്യ വിവരം കിട്ടി. എന്താണ് രഹസ്യ വിവരം? അതായത് അവർക്ക് ചില സമ്മാനങ്ങൾ കൊടുക്കാത്തത് കൊണ്ടാണ് നമുക്ക് ചില കാര്യങ്ങളൊക്കെ കിട്ടാത്തത്, ചില ആനുകൂല്യങ്ങളൊക്കെ കിട്ടാത്തത്. ഈ സമ്മാനം എന്ന് പറയുന്നത് കൈക്കൂലി തന്നെയല്ലേ? അതെ, ചില കൈക്കൂലികൾ കൊടുക്കാത്തത് കൊണ്ട് നമുക്ക് ചില സാധനങ്ങൾ കിട്ടുന്നില്ല. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തെ തെറ്റിനെയാണ് കാണിക്കുന്നത്. എന്നിട്ട് ദൈവപുത്രനായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളെ നല്ല വഴിക്ക് നയിക്കേണ്ട ബിഷപ്പ് എന്താണ് ചെയ്തത്? ഡോക്യുമെന്റ്സ് എല്ലാം ഓക്കെ ആക്കി കൊടുത്തല്ലോ, കംപ്ലീറ്റ് ഡോക്യുമെന്റ്സ് ഓക്കെ ആക്കി കൊടുത്തു. പക്ഷെ ഇവരിത് സൈൻ ചെയ്യാൻ മടിക്കുന്നതിന്റെ കാരണം അവിടെ ഒരു മാഫിയ ഉണ്ട് അതിനകത്ത്, ആ ഇവരുടെ ഡിപ്പാർട്ട്മെന്റില്. അപ്പം
എന്ത് കാര്യത്തിന് പോണേലും പാരിതോഷികങ്ങൾ എത്തിക്കേണ്ട സ്ഥാനങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് കാര്യങ്ങൾ നടക്കും എന്നുള്ള വിവരമാണ് തന്നത്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടേ? അപ്പം സാർ എനിക്ക് അതിനൊരു അഭിപ്രായം എന്താന്ന് വെച്ചാൽ അറിയിക്കണം. കാരണം അന്ന് അവിടെ നോക്കാൻ വന്നതിനും ഒക്കെ ഞാൻ കൈമടക്ക് കൊടുത്തായിരുന്നു. നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. അന്ന് അവിടെ നോക്കാൻ വന്നതിനൊക്കെ ഞാൻ കൈമടക്ക് കൊടുത്തിരുന്നു. അതായത് ഞാൻ ഒരാൾക്ക് കൈക്കൂലി കൊടുത്തു എന്നുള്ള സാധനമാണ് ബിഷപ്പ് ഇവിടെ സമ്മതിച്ചിരിക്കുന്നത്. ബിഷപ്പിൻ്റെ വോയിസാണിത്. സന്ദീപ് എടപ്പാളിൻ്റെ ചാനലിലാണ് ഇത് വന്നത്. നാളെ ഇനിയും ബിഷപ്പ് ഇത് വന്നിട്ട് സന്ദീപ് എടപ്പാളല്ലോ, റയർ റീൽസ്, സന്ദീപ് എടപ്പാളിന് ഇദ്ദേഹത്തിൻ്റെ പേര് റയർ റീൽസ് എന്ന് പറയുന്ന ചാനലിലാണ് ഇത് വന്നത്. നാളെ ഇനി ബിഷപ്പ് വന്നിട്ട് അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് ഫാബ്രിക്കേറ്റ് ചെയ്ത വോയിസാണ് എന്ന് പറയുമെന്ന് അറിയത്തില്ല. ഇപ്പം എന്തുണ്ടെങ്കിലും AI പടലിക്കാണല്ലോ വിടുന്നത്. അപ്പം അങ്ങനെ ഉള്ള സംഭവമാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ബിഷപ്പ് ഓൾറെഡി കൈമടക്ക് കൊടുത്തു. ആരാണ് കൈമടക്ക് കൊടുത്തത്? ഒരു പള്ളിയിൽ സത്യം മാത്രം പറയണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന, തിന്മയുടെ പാതയിലേക്ക് പോകരുത് എന്ന് പലരെയും പറഞ്ഞ് പഠിപ്പിക്കുന്ന പല ആളുകളുടെയും ഒരു വിഷമമായിട്ട് വരുമ്പോൾ അവരെ സമാധാനിപ്പിച്ച് നേർവഴിക്ക് കാണിച്ചു കൊടുക്കേണ്ട ബിഷപ്പ് വന്ന ആൾക്കാർക്ക് കൈമടക്ക് കൊടുത്തു. ഓക്കെ, ഈ ഉദ്യോഗസ്ഥരാരാന്ന് കണ്ടുപിടിക്കണം. ആർക്കാണ് കൈമടക്ക് കൊടുത്തത്, ആരാണ് പാരിതോഷികം ആവശ്യപ്പെട്ടത്, എന്നിട്ട് അവർക്കെതിരെ കൃത്യമായ നടപടികൾ എടുക്കണം. അതോടൊപ്പം തന്നെ ബിഷപ്പ് കൈമടക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെയും നടപടിയെടുക്കണം. അതാണല്ലോ നിയമം. ഞാൻ നിയമത്തിന് വിരുദ്ധമായി ഒന്നും പറഞ്ഞിട്ടില്ല. അതാണ് നിയമം, അങ്ങനെ നടക്കണം. മീഡിയേറ്റർ ആയിട്ട് നിർത്തി കൊടുത്തു. അപ്പൊ ഇനി ഇതിന് എന്താ അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ. എത്ര എങ്ങനെ നമ്മളിപ്പോ അതിന് പുറകെ പോകാനും ഒക്കത്തില്ലല്ലോ. നമ്മള് സാറൊന്ന് ആലോചിച്ചിട്ട് തന്നെ ആ വിവരം സമയം പോലെ ഒന്ന് അറിയിക്കുകയോ എന്തെങ്കിലും ചെയ്ത ഉപകാരമായിരുന്നു. അതിന് വേണ്ട മേൽനടപടികൾ സ്വീകരിക്കണം എന്നുള്ളതും കൂടാണ് എനിക്ക് സാറിനെ ഓർമ്മപ്പെടുത്താനുള്ളത്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, വെൽക്കം സാർ, വെൽക്കം. അപ്പോൾ സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ട സാധനമാണ്. ഈ ബിഷപ്പ് വലിയൊരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലുള്ള ഒരാളല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുള്ളി ഈ സ്ഥലങ്ങളൊക്കെ വിൽക്കണം എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. ഇനി ഈ ഒരു കേസിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ബിഷപ്പിൻ്റെ ഈ സ്ഥലം എങ്ങനെ കിട്ടി, അത് ഏത് തരത്തിലൂടെയാണ് അദ്ദേഹം ആ സ്ഥലം കൈപ്പറ്റിയത് എന്നുള്ള വിവരങ്ങളെല്ലാം റയർ റീൽസ് സന്ദീപ് എടപ്പാൾ അദ്ദേഹത്തിൻ്റെ ചാനലിൽ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് കാര്യങ്ങളോടൊന്ന് കേൾക്കാം. സന്ദീപ് എടപ്പാൾ പറയുന്ന കുറച്ച് കാര്യങ്ങളോട് കേൾക്കാം. കോട്ടയം ജില്ലയിലെ ഒരു ഇടവഴിയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. മീനമ്മ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അച്ഛന്റെ ചേട്ടന്റെ അനുജത്തിയായിട്ട് വരും കേട്ടോ. അച്ഛന്റെ ചേട്ടന്റെ അനുജത്തിക്ക് കുഞ്ഞുങ്ങളാരുമില്ല. അതുകൊണ്ടൊക്കെ തന്നെ ആരും നോക്കാനുമില്ല. ആരോരുമില്ലാത്ത ആ അമ്മച്ചിയെ നോക്കാൻ വേണ്ടിയിട്ട് തലയിൽ മുടിയില്ലാത്ത ആ പാവപ്പെട്ട അച്ഛൻ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശരിയാണ്. കുറച്ചു കാലം കൂടെയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൂടെ നിന്ന് നൈസായിട്ട് 6 പവർ ഓഫ് അറ്റോർണിയിൽ ഒപ്പിടിക്കുന്നുണ്ട്. 6 പവർ ഓഫ് അറ്റോർണിയിൽ, അതായത് ആ ഭൂമി മൊത്തം ഒരുമിച്ച് വാങ്ങാതെ പല കഷ്ണങ്ങളാക്കിയിട്ടാണ് ആൾ വാങ്ങിയിട്ടുള്ളത്. അതിനിടയിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ അതിൽ കൊണ്ടുപോയിട്ട് കായിട്ടിട്ട് അയാൾ മൂഞ്ചിട്ടുണ്ട് കേട്ടോ. കേസിൽപ്പെട്ട ഭൂമി അങ്ങ് പോയി. അതുകൊണ്ട് കേസിൽപ്പെട്ട് ഭൂമി അങ്ങ് പോയിട്ടുണ്ടോ ഇല്ലെന്നുള്ളതല്ല, വളരെ വലിയൊരു ട്വിസ്റ്റും വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് ഈ രണ്ടാം ഭാഗത്തിലൂടെ പറയാനുള്ളത് എന്നുള്ളതാണ്. അങ്ങനെ മീനമ്മയുടെ കയ്യിൽ നിന്ന് നൈസായിട്ട് സ്ഥലമൊക്കെ അടിച്ച് മാറ്റിയിട്ട് നൈസായിട്ട് അച്ഛൻ മീനമ്മയെ ഒഴിവാക്കി അങ്ങ് പോയി കേട്ടോ. മീനമ്മ പിന്നീട് അങ്ങോട്ട് നരകിച്ചിട്ട് പട്ടിണി കിടന്നാണ് മരിച്ചത് എന്നുള്ളതാണ്. അത്രമാത്രം ഭൂസത്ത് ഉണ്ടായിട്ടും ആ പാവം അവസാന സമയത്ത് പട്ടിണി കിടന്ന് മരിച്ചു എന്നാണ് കാര്യം. ഇത് സന്ദീപ് എടപ്പാളിൻ്റെ ചാനലിൽ വന്നൊരു വീഡിയോ ആണ്. ഇതിൻ്റെ തെളിവുകളൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ, ഈ പറഞ്ഞ ശരിയാണെങ്കിൽ, ഒരു പാവപ്പെട്ട സ്ത്രീയെ അവരെ ചതിച്ച് വഞ്ചിച്ച് അവരുടെ കയ്യിലുള്ള സ്ഥലങ്ങളെല്ലാം കൈക്കലാക്കി അതിനെ ക്രയവിക്രയം നടത്താൻ ശ്രമിച്ചു. അവരെ എന്നിട്ട് ഏതൊക്കെ തരത്തിൽ ദ്രോഹിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തു. ഞാൻ നേരത്തെ താമസിച്ചെടുത്ത് എൻ്റെ വീടിനടുത്തൊരു ഫാമിലി ഉണ്ടായിരുന്നു. ഇവരുടെ മുത്തശ്ശൻ, അതായത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മുത്തശ്ശൻ വിദേശത്തായിരുന്നു. വിദേശത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം പോലെ പൈസ മേടിച്ചു. അദ്ദേഹം ഇവർക്കെല്ലാം വേണ്ടുന്ന സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുത്ത് പുള്ളിക്കാരൻ നാട്ടിലേക്ക് വന്നപ്പോൾ പുള്ളിക്കാരൻ്റെ ജോലി നഷ്ടപ്പെട്ടതല്ല, പുള്ളി നല്ല പ്രായമായിട്ട് ജോലി വിട്ടിട്ട് വന്നതാണ്. എന്ന് അയാളുടെ സാമ്പത്തികം നഷ്ടപ്പെട്ടു അന്ന് മുതൽ അയാൾക്ക് പാട്ടിപ്പൂച്ചയാണ് വീട്ടുകാർ കൊടുത്തത്. 2 വീടുകളുണ്ട്. എന്നിട്ട് ഒരു വീട്ടിൽ പോലും ഇദ്ദേഹത്തെ കയറ്റിയിട്ടില്ല. ഇദ്ദേഹം പുറത്ത് ബൈക്ക് ഷെഡിൽ കിടന്നാണ് ഉറങ്ങിയത്. അങ്ങനെ കിടന്ന് പുള്ളി ആ ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബിഷപ്പിനെ കുറിച്ച് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന കഥകൾ. ഇതൊക്കെ തെറ്റാണെന്നുണ്ടെങ്കിൽ ബിഷപ്പ് ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂ വിളിച്ചു വരുത്തി ഇതൊക്കെ ഇങ്ങനൊന്നുമല്ല, ഇത് എൻ്റെ സ്വന്തം സ്ഥലം, ഇത് പാരമ്പര്യമായി കൈമാറി കിട്ടിയ സാധനം എന്ന് പറഞ്ഞത് തെളിയിക്കണം എന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. കാരണം നമ്മളതൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ റയർ റീൽസിൻ്റെ ഒരുപാട് തെളിവുകളുണ്ടെന്ന് പറയുന്നുണ്ട്. പുള്ളിക്കാരൻ അതെല്ലാം പുറത്തു വിടണം. ഈ ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തി അല്പം ക്രൂക്കഡ് മൈൻഡ് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഒരുത്തൻ ഇത് പറയുമ്പോൾ ഇത് കറക്റ്റ്,
അതും കറക്റ്റ്, മറ്റേ അതും കറക്റ്റ്, ഇതെല്ലാം ശരിയാണ്. ഈ ഒരു സെറ്റപ്പാണ് പുള്ളിക്കാരൻ പലയിടത്തായിട്ട് എടുക്കുന്ന ഒരു ആക്ഷനായിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ രേണു കുറച്ച് നാളുകൾ കൊണ്ട് കോൺട്രവേഴ്സികളൊന്നും പിടിക്കാതെ, അതായത് പുള്ളിക്കാരിയുടെ രോഗാവസ്ഥയെ തുടർന്ന് കോൺട്രവേഴ്സികളൊന്നും പിടിക്കാതെ പൊക്കോണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു കാര്യമില്ലാതെ വന്നൊരു ഇൻ്റർവ്യൂ നൽകി പിടിച്ച് എയറിലോട്ടിട്ടു. എന്നിട്ട് രേണുവിനെതിരെ പല ആൾക്കാരെ കൊണ്ട് റിയാക്ട് ചെയ്യിപ്പിച്ച ബിഷപ്പിനെയാണ് രേണു കഴിഞ്ഞ ദിവസം വന്നിരുന്നിട്ട് പുള്ളി ദൈവപുത്രനാണ്, എനിക്ക് വേണ്ടി വന്ന് ഇവിടുന്ന് സംസാരിച്ചു, നേർക്ക് നേർ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ലെന്ന് പറയുന്നത്. നേർക്ക് നേർ മുഖത്ത് നോക്കി, അല്ലെങ്കിൽ ഒരു എനിക്ക് ഇഷ്ടമല്ല, ഇന്ന പ്രശ്നങ്ങൾ എനിക്കുണ്ട് എന്ന് പറയുന്നതിനെക്കാട്ടിലും ഭയങ്കര പ്രശ്നമാണ് പോയി മുതുകത്ത് കുത്തുന്നത്. ഓക്കെ, ഞങ്ങളുടെ പ്രശ്നം സോഷ്യൽ മീഡിയയിലൂടെ മാത്രമാണ്, ഞാൻ മുഖം കയർത്ത് സംസാരിച്ചിട്ടില്ല എന്നൊക്കെ ബിഷപ്പ് പറയുമ്പോൾ അതത്ര ശരിയായ നടപടിയല്ല. മുഖത്ത് നോക്കി ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നമെന്ന് പറയുന്നതിനകത്തൊരു മാന്യതയുണ്ട്. അതിന് പകരം പല യൂട്യൂബേഴ്സിനെ ചട്ടം കെട്ടി അവരെ കൊണ്ട് വീഡിയോ ചെയ്യിച്ച് അവർക്ക് വോയിസ് അയച്ചു കൊടുത്ത് രേണുവിനെക്കുറിച്ച് നെഗറ്റീവ് വരുന്ന പല സാധനങ്ങളും അവർക്ക് ഇട്ട് കൊടുത്ത് പല ഇൻഫർമേഷനും എക്സ്ക്ലൂസീവായിട്ട് അവർക്ക് കൊടുത്ത് രേണുവിനെതിരെ വീഡിയോ ചെയ്യിച്ചിട്ട് ബിഷപ്പ് പുണ്യാത്മം കളിക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അതിലും ബിഷപ്പ് ഇപ്പോൾ വലിയ കോൺട്രവേഴ്സികളൊന്നും പിടിക്കാൻ പോകാൻ തോന്നുന്നു. നല്ല കാര്യം, അങ്ങനെ തന്നെ പോട്ടെ. ഏതായാലും ബിഷപ്പിൻ്റെ വിഷയങ്ങൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു ആയിട്ടാണ് വരെ.